ഹായ് നമസ്കാരം, ഞാൻ ഹർഷ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് സ്റ്റൈൽ ബീറ്റ്സ് വിത്ത് ഹർഷ. നിങ്ങൾക്ക് കുറച്ച് പ്രോഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടിയാൽ എങ്ങനെയിരിക്കും? എനിക്ക് ഭയങ്കര സന്തോഷമാവില്ലേ? എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് ഒരു വെബ്സൈറ്റിൽ നിന്ന് 6 പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടി. സംഭവം ഫുള്ളും എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണാം. അപ്പൊ ബേസിക്കലി എനിക്ക് ഈ 6 പ്രോഡക്ട്സ് കിട്ടിയേക്കുന്നത് സ്മിറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നിന്നാണ്. സ്മിറ്റൺ ഒരു ആപ്പാണ്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ആപ്പിൽ നിന്നാണ് എനിക്ക് 6 ഫ്രീ സാമ്പിൾസ് കിട്ടിയത്. ആദ്യം തന്നെ ബോക്സ് കാണിച്ചു തരാം. ഇതാണ് സ്മിറ്റൺ എന്ന് പറയുന്ന ബോക്സ്. നോർമൽ ഒരു നമ്മൾ സബ്സ്ക്രിപ്ഷൻ ബോക്സ് വാങ്ങിക്കുന്ന ഫോബിയ, ഗ്ലാമിഗോ, ഫാബ് ബാഗ് അതുപോലത്തെ സബ്സ്ക്രിപ്ഷൻ ബോക്സ് വാങ്ങിക്കുമ്പോൾ ഉള്ള സെയിം കാർഡ്ബോർഡ് ബോക്സിലാണ് നമുക്ക് പ്രോഡക്റ്റ് വരുന്നത്. ഇനി ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 199 റുപ്പീസ് ആണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടിയേക്കുന്നത്, പിന്നെ ഇതിന്റെ പ്രൈസ് 199 എങ്ങനെ? നമുക്ക് ഈ പ്രോഡക്റ്റും ഈ ബോക്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കുറച്ച് അറിയാം. എന്നിട്ട് ഇതെങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി സ്മിറ്റൺ എന്താണ്? നിങ്ങൾ ആദ്യമേ തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 ട്രയൽ പോയിന്റ്സ് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് സ്മിറ്റന്റെ ആപ്പ് വരുന്നത്. ഈ ഒരു 0 എന്ന് എഴുതിയേക്കുന്നിടത്താണ് നമുക്ക് നമ്മുടെ ട്രയൽ പോയിന്റ്സ് വരുന്നത്. ഇവിടെ ഇപ്പൊ എനിക്ക് 0 ട്രയൽ പോയിന്റ്സ് ആണ്. കാരണം ഞാൻ എന്റെ ട്രയൽ പോയിന്റ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്ലി തന്നെ ഞാൻ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 6 ട്രയൽ പോയിന്റ് കിട്ടി. ഞാൻ ആ 6 ട്രയൽ പോയിന്റിന് ഓരോ പ്രോഡക്റ്റ് ചൂസ് ചെയ്തത് കാർട്ടിലിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അത് ചെക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി വരുത്താം, അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നിങ്ങൾക്ക് 50 റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും, ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ഓൾ. നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തു. നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ പ്രോസസ്സിങ്ങിൽ പോയി, പാക്കിങ്ങിന് വേണ്ടിയിട്ട് പോയി. നമ്മൾ അത് ചെക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് 169 റുപ്പീസ് അപ്പം തന്നെ നമ്മുടെ വാലറ്റിൽ ചാർജ് ആവും. ഇനി നമുക്കിതെങ്ങനെ യൂസ് ചെയ്യാം? വിതിൻ 28 ഡേയ്സ് നമ്മൾ ഈ ഒരു അമൗണ്ട് യൂസ് ചെയ്യണം. അതായത് നമുക്ക് ഫ്രീ സാമ്പിൾസ്, സാമ്പിൾ സൈസ് പ്രോഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫുൾ സൈസ് പ്രോഡക്ട്സ് വാങ്ങിക്കാൻ പറ്റും. ഇതിപ്പോ ഇവിടെ ട്രയൽസ് ആണെങ്കിൽ ഇവിടെ ഷോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിങ്ങനെ ഷോപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫുള്ളും പ്രോഡക്ട്സ് എന്തൊക്കെയാണോ, നമുക്ക് ഏതൊക്കെ ബ്രാൻഡിന്റെ ആണോ, അതിന്റെ ഫൗണ്ടർ, അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കിട്ടും. ആൻഡ് നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. നമ്മൾ 500 അബവ് ആണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 169 റുപ്പീസ് നമ്മുടെ വാലറ്റിൽ നിന്നുള്ള പൈസ യൂസ് ചെയ്യാം. അതല്ല ബിലോ 500 ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക്ഔട്ട് ടൈമിൽ 75 റുപ്പീസ് അതിൽ നിന്നും യൂസ് ചെയ്യാം. ഈ ബോക്സിന് എനിക്ക് എന്തൊക്കെ കിട്ടി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 തവണയായിട്ട് എനിക്ക് ട്രയൽ പോയിന്റ്സ് കിട്ടി. 2 തവണ എങ്ങനെയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം ഞാൻ സ്മിറ്റൺ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് 6 ട്രയൽ പോയിന്റ്സ് കിട്ടി. അതിൽ നിന്ന് ഞാൻ 6 ഐറ്റംസ് പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 169 റുപ്പീസ് ഡയറക്ട്ലി എൻ്റെ വാലറ്റിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫുൾ സൈസ് പ്രോഡക്ട്സും ഒരു അബവ് 500 റുപ്പീസിന്റെ പർച്ചേസ് ആയിരുന്നു ചെയ്തത്. ഫുൾ സൈസ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും 6 ട്രയൽ പോയിന്റ്സ് കിട്ടി. അത് കാരണം എനിക്ക് 2 ബോക്സസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോക്സിന്റെ ഉള്ളില് എല്ലാ പ്രോഡക്ട്സും വരുന്നത്. വലിയ പാക്കിംഗ് ഒന്നും അല്ല. ഇതിൽ ബബിൾ റാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ബബിൾ റാപ്പ് ഒക്കെ കളഞ്ഞാണ്. ആദ്യത്തെ 3 പ്രോഡക്റ്റ് ഞാൻ കാണിക്കുകയാണെങ്കിൽ 3ഉം ഞാൻ മമ എർത്തിന്റെ പ്രോഡക്ട്സ് ആണ് വാങ്ങിച്ചത്. ഇത് ഒരെണ്ണം മമ എർത്തിന്റെ ഉപ്ടൺ ഫേസ് വാഷ് ആണ്. ഇത് മോയ്സ്ചറൈസർ ആണ്. ദെൻ ഇത് ഒരെണ്ണം ആർഗൻ ഹെയർ മാസ്ക് ആണ്. അത്യാവശ്യം നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് 99 റുപ്പീസ് ആണ്. ആൻഡ് ഇതിന്റെ ക്വാണ്ടിറ്റി 25 ml പ്രോഡക്റ്റ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് മോയ്സ്ചറൈസറും ആർഗൻ ഹെയർ മാസ്കും കേൾക്കുന്നത്. 3ഉം 25 ml പ്രോഡക്റ്റും ആണ്. 3ന്റെ റേറ്റും 99 റുപ്പീസ് ആണ്. നെക്സ്റ്റ് എന്റെ കയ്യിലുള്ളത് പ്ലമ്മിന്റെ ഒരു നൈറ്റ് ജെല്ലാണ്. ഇത് കുഞ്ഞു സൈസ് ആണ്. ഇതിന്റെ നെറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 15 ml പ്രോഡക്റ്റ് ആണ്. ഇത് 100% വീഗൻ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് പ്ലം എന്ന് പറയുന്നത്. പ്ലം ബ്രാൻഡ് നല്ല ഒരു ഹൈപ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. പ്ലമ്മിന്റെ ഈ ഒരു ഗ്രീൻ ടീ റേഞ്ചിലുള്ള പ്രോഡക്ട്സ് എല്ലാം തന്നെ എല്ലാത്തിന്റെ റിവ്യൂസ് ഒക്കെ നല്ലതാണ്. ഇനി 5ാമത്തെ 6ാമത്തെ പ്രോഡക്റ്റ് ഒരു മിസ്റ്റ് ആണ്. ഇത്
രണ്ടും കുഞ്ഞ് ബോഡി മിസ്റ്റ് ആണ്. ഇതിനൊക്കെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വെറും 10 ml മാത്രമാണ്. ഇതിന്റെ പേര് ടാൽ വെലോസെ ആൻഡ് ഇത് ചിൽ ടൗൺ ബ്ലഷസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. ആൻഡ് ഇത് സീ ഐലൻഡ് ടെംപ്റ്റേഷൻ എന്നും പറഞ്ഞിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. രണ്ടും നല്ല ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. അങ്ങനെ വലിയ രീതിയിൽ കുത്തുന്ന ടൈപ്പ് ഒന്നും സ്മെല്ലല്ല. അപ്പം വലിയ വലിയ പെർഫ്യൂംസ് ഒക്കെ എടുത്തുകൊണ്ട് നടക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനത്തെ കുഞ്ഞു പോക്കറ്റ് സൈസ് ഫ്രേഗ്രൻസസ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഓഫീസ് കോളേജ് ഒക്കെ പോകാനാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞു പോക്കറ്റ് സൈസ് പെർഫ്യൂംസ് അല്ലെങ്കിൽ മിസ്റ്റ് ഒക്കെ വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇനി ഞാൻ ഫുൾ സൈസ് പ്രോഡക്ട്സ് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ എം കെഫിന്റെ കുറച്ച് പ്രോഡക്ട്സ് ആയിരുന്നു ഞാൻ ഫുൾ സൈസ് ആയിട്ട് വാങ്ങിച്ചത്. സീറം, ബോഡി ഓയിൽ, അതിന്റെയൊക്കെ വീഡിയോസ് ഞാൻ ലാസ്റ്റ് വീക്ക് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ കാട്ടിലിടുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പം അടുത്ത 6 പ്രോഡക്ട്സ് എനിക്ക് കിട്ടിയത് എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആയിരുന്നു എനിക്ക് നെക്സ്റ്റ് ബോക്സ് റിസീവ് ആയത്. ആദ്യത്തെ പ്രോഡക്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഇത് സെന്റ് ഡിവൈൻസിന്റെ അലോവേര ജെല്ലാണ്. പ്ലസ് വൈറ്റമിൻ ഇ ഉണ്ട്. ഇത് ഓൾ സ്കിൻ ടൈപ്സിന് ചേരുന്ന ഒരു അലോവേര ജെല്ലാണ്. പാരബിൻസ് ഫ്രീ ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് നോർമൽ അലോവേര ജെല്ലാണ്. ഇത് പാരബിൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, മിനറൽ ഓയിൽ ഫ്രീ ആണ്, ഹൈപ്പോ അലർജനിക് ആണ്. അപ്പം എല്ലാം നല്ല കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇറ്റാ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. സെന്റ് ഡിവൈൻസ് ബ്രാൻഡ് നമുക്ക് purple.com ഇഷ്ടംപോലെ അതിന്റെ ബോഡി വാഷസും ബോഡി ലോഷൻസും ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ അത് കാരണം ഇത് തരക്കേടില്ലാത്തൊരു ബ്രാൻഡാണ്. നെക്സ്റ്റ് എനിക്ക് ത്വക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയുർവേദിക് ബ്രാൻഡാണ്. അതിന്റെ ആക്നെ പ്യൂരിഫൈങ് ഫേസ് മാസ്ക് ആണ്. ഇത് പിങ്ക് ക്ലേ ആണ് കേട്ടോ. ആൻഡ് ഇത് ഡീറ്റാൻ പ്ലസ് ഡീടോക്സ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 25 grams ഓഫ് പ്രോഡക്റ്റ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കൺജസ്റ്റഡ് പോർസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോംപ്ലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ആക്നെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലേ മാസ്ക് ആണിത്. പ്രോഡക്റ്റ് പ്ലമ്മിന്റെ ഒരു ടോണർ ആണ്. ഇത് ഗ്രീൻ ടീ റേഞ്ചിന്റെ ടോണർ ആണ്. വളരെ 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 നല്ല ഒരു എന്താ പറയാ റിവ്യൂസിന്റെ മാത്രമല്ല നല്ലൊരു പ്ലമ്മിന്റെ ടോണർ ആണിത്. ശരിക്കും ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പ്ലമ്മിന്റെ ടോണർ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നേ വരെ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയൊരു ടോണറാണ് പ്ലമ്മിന്റെ ടോണർ. അത്രയ്ക്കും നല്ലൊരു ടോണറാണ്. ആൽക്കഹോൾ ഫ്രീ ആണ്. ആൻഡ് നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആക്കത്തില്ലെന്ന് സോഫ്റ്റ് ആക്കും. ആൻഡ് എന്താ പറയാ ഭയങ്കരമായിട്ട് നല്ലൊരു ടോണറാണ് നമ്മുടെ ഈ പ്ലമ്മിന്റെ ടോണർ. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് അരോമ മാജിക്. അതിന് വൈറ്റ് ടീ ആൻഡ് കെമമൈൽ ഫേസ് വാഷ് ആണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. എനിക്ക് ഈ കുഞ്ഞു ഫേസ് വാഷസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ബാഗിലൊക്കെ പെട്ടെന്ന് കൊള്ളും. നമുക്ക് എവിടെങ്കിലും പോവാണെങ്കിൽ വലിയ പാക്കേജിംഗ് ഒന്നും എടുത്തുകൊണ്ട് പോകണം. അപ്പൊ ഇതൊക്കെ നല്ലതാണ്. ഇപ്പൊ നമ്മൾ ഓഫീസിലൊക്കെ പോവാണെങ്കിൽ ഈ ഒരു കുഞ്ഞു ട്യൂബ് ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ മതി, നമ്മുടെ കാര്യം കഴിഞ്ഞ് നമുക്ക് ഓഫീസിലും നമുക്ക് ഫേസ് വാഷും വലിയ പ്രശ്നം വരത്തില്ല. ഇത് ജസ്റ്റ് ഹെർബ്സ് ബ്രാൻഡിന്റെ ഒരു ആന്റി ടാൻ ഫേസ് പാക്ക് ആണ്. ഇത് പെറ്റൽ സോഫ്റ്റ് ആന്റി ടാൻ റോസ് ഫേസ് പാക്ക് ആണ് കേട്ടോ. ഇതും ഒരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 20 grams ഓഫ് പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പം കുഞ്ഞ് പാക്കിംഗ് ആണ്. ഇതിപ്പം നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് വേറെ നമ്മൾ ഔട്ട് ഓഫ് ടൗൺ പോവാണ്, അപ്പം നമുക്ക് ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ രാവിലെ ഫംഗ്ഷന് മുന്നേ എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ ഇടണമെങ്കിൽ ഇതൊക്കെ നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം അധികം സ്പേസ് എടുക്കത്തില്ല. ആൻഡ് നമുക്കിതൊരു 3-4 യൂസിനൊക്കെ ഉള്ളൂ. ലാസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ഒരു പോക്കറ്റ് സൈസ് ഒരു പോക്കറ്റ് പെർഫ്യൂം ആണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് VLCCയുടെ ഫ്ലോറൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള പോക്കറ്റ് പെർഫ്യൂം ആണ്. ഇത് ഞാൻ ജസ്റ്റ് റാൻഡംലി ചൂസ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ്. വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മനസ്സിനിങ്ങനെ പിടിക്കാത്ത കാരണമാണ് ഞാൻ എങ്കിൽ ശരി നമുക്ക് ഒരു പെർഫ്യൂം എടുക്കാം. പെർഫ്യൂം ഒക്കെ പിന്നെ എപ്പോഴും നമുക്ക് യൂസ് ആവുന്നതാണല്ലോ. എത്ര പെർഫ്യൂം ഉണ്ടായാലും മതിയാവാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ അത് കാരണമാണ് ഞാൻ ഈ ഒരു പോക്കറ്റ് പെർഫ്യൂം എടുത്തത്. ഇനി നമുക്കിതെങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടി? ഞാൻ പറഞ്ഞു ഇതിന് 199 രൂപയാണ്, 200 രൂപ നമ്മൾ കൊടുക്കുന്നുമുണ്ട്, പക്ഷെ ഞാൻ ഫ്രീ ആണെന്ന് പറയുന്നുമുണ്ട്. അതെങ്ങനെ? ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രോഡക്റ്റ് കാർട്ടിൽ ഇട്ട് കഴിഞ്ഞ് ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 169 പ്ലസ്
ഒരു 75 rupees നമുക്ക് നമ്മുടെ വാലറ്റിൽ വരും. അപ്പോൾ ലിറ്ററലി നമുക്ക് ആ ഒരു പൈസ, നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ബേസിക്കലി ഈ ഒരു ബോക്സിന്റെ ചാർജ് 168 rupees ആണ്. പ്ലസ് കൊറിയർ ചാർജസും GST ടാക്സ് അങ്ങനെയൊക്കെ ആയിട്ടാണ് 199 rupees നമുക്ക് ടോട്ടലി വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ 168 rupees പ്ലസ് 75 rupees അതേപോലെ തന്നെ തിരിച്ചു കിട്ടുന്നുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു വാലറ്റ് മണിയുടെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് 28 days ആണ്. ഈ 28 daysനുള്ളിൽ നമ്മൾ ഈ ഒരു വാലറ്റ് മണി യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വീണ്ടും 6 ട്രയൽ പോയിന്റ്സ് കിട്ടും. അപ്പം എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 6 points കിട്ടും. അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഒരു സർക്കിൾ നടക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു സ്മിറ്റൻ ബോക്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. എല്ലാവർക്കും ഇതിന്റെ ഒരു പ്രൊസീജിയർ മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ വിചാരിക്കുകയാണ്. ആൻഡ് മനസ്സിലായെന്നും എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് എങ്ങനെ പറഞ്ഞു തരാൻ പറ്റിയോ അങ്ങനെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ഹിറ്റ് ചെയ്തേക്കുക. അപ്പോഴേ ഞാൻ എല്ലാ തവണ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ബൈ.